ഞാൻ എൻ്റെ വീഡിയോസൊന്നും വലിയ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെയാണ് ഞാൻ പോയിന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. ഇത് കൂടുതലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പലരുടെയും ടൈം എടുത്തിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഇതിലേക്ക് പോകാതെ സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പോകാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ ലൈഫിൽ കുറച്ച് സ്റ്റക്കായി നിർത്തിയിരുന്ന കുറച്ച് ഹാബിറ്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഹാബിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്ഷനിസം എന്ന് പറയുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഞാൻ പെർഫെക്റ്റ് ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാലും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ പുതുതായിട്ട് ചെയ്യണമെങ്കിലും അതിൻ്റെ പെർഫെക്റ്റ് വേ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പെർഫെക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നില്ല. എല്ലാം കുറച്ചുകൂടി പെർഫെക്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നാക്കി ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ കാര്യം ഡിലേ ചെയ്ത് പോവുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിതിപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ട്രെൻഡ് കഴിയുന്നത് വരെയും ഇതിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ആ ഒരു ട്രെൻഡ് തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് വലിയൊരു ലോസിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ തന്നെ ഫെയിലിയറായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ കാര്യമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഐഡിയാസ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ഐഡിയ കാണും, ഇപ്പോൾ ഇൻ്റർനെറ്റിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാളിനായിരുന്നാലും പുതിയൊരു ഇൻകം സ്ട്രീം ചെയ്യണം, അല്ലെങ്കിൽ എന്ത് കാര്യം പുതുതായിട്ട് ചെയ്യണമെങ്കിലും 100 ഓപ്ഷൻസ് നമുക്ക്, 100 ഞാൻ ജസ്റ്റ് പറഞ്ഞെങ്കിലും 100ൽ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് കിട്ടും. പോരാത്തതിന് ഇപ്പം AI ടൂൾസൊക്കെ നമുക്കുള്ളത് കൊണ്ട് ഒരുപാട് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് വരുമ്പോൾ ഇൻഫർമേഷൻ ഒരുപാടാവുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു ഐഡിയക്കാലും മറ്റൊരു ഐഡിയ ആയിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഐഡിയാസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്താണ് ഞാൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ബിലീഫ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസം ഇല്ലാതെ, അതായത് ഇപ്പം ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇതിങ്ങനെ ചിന്തിച്ച് അതൊരു ഓവർ തിങ്കിങ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇത് ചെയ്താൽ ശരിയാവുമോ, അല്ലെങ്കിൽ ഇത് ഒരു പകുതി മനസ്സോടെ ആയിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് അതിലേക്ക് പൂർണ്ണമായിട്ടും കൊണ്ടുവരുമ്പോഴാണ് നടക്കാത്ത കാര്യങ്ങൾ വരെ നടക്കുന്നത്. അപ്പോൾ മൈൻഡ് പൂർണ്ണമായിട്ടും ആ ഒരു കാര്യത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കുമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്ത വേറൊരു മിസ്റ്റേക്ക് ഇത് തന്നെയാണ്, ഈ ഒരു മൈൻഡ് പൂർണ്ണമായിട്ടും ആ ഒരു കാര്യത്തിലേക്ക് അർപ്പിച്ച് ചെയ്യാത്തൊരു കാര്യം. അതായത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ശരിയാവില്ലെന്ന് തന്നെ സെൽഫായിട്ട് തന്നെ ഞാൻ ഡൗൺ ആക്കിയിട്ട് ആ ഒരു ഐഡിയ ഡ്രോപ്പ് ചെയ്യാറാണ് പതിവ്. പിന്നീടുള്ളൊരു മിസ്റ്റേക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നതാണ് അതിനെ പറയുന്നത്. കാരണം ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനും ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനും എന്ന് പറയുന്ന രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. അതായത് എടുത്ത് ചാടി ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം നമ്മൾ വരുമ്പോൾ അതിന് പെട്ടെന്നൊരു റിയാക്ഷൻ എടുക്കുക, പെട്ടെന്നൊരു സന്തോഷം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മണി ഗോളാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് 1,00,000 രൂപ എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ചിന്തിക്കാതെ എടുത്ത് ചാടി ഒരു പുതിയതായിട്ടുള്ളൊരു കാര്യം ചെയ്യും. ചിലപ്പോൾ അടുത്ത മാസം ഇതേ 1,00,000 രൂപ കിട്ടണമെന്നില്ല. അപ്പോൾ ഈ 1,00,000 രൂപ അടുത്ത മാസം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചെയ്ത് വന്ന ആ ഒരു ഫ്ലോ നഷ്ടപ്പെടുകയും പെട്ടെന്ന് തന്നെ ഫെയിലിയറിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്നത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. അതായത് നമുക്കിപ്പോൾ ഈ മാസം 1,00,000 രൂപ വരുമാനം കിട്ടി. ഇപ്പോൾ അടുത്ത 1-2 മാസങ്ങളിൽ നമ്മൾ ഈ ഒരു വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്തൊരു സ്റ്റെപ്പ് ഞാൻ സാധാരണ എടുക്കുന്നത്. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിയർ ഓഫ് ഫെയിലിയർ എന്നാണ് പറയുന്നത്. ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഗോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്കിപ്പോൾ നിലവിലൊരു ജോബുണ്ട്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു സൈഡായിട്ടൊരു ഇൻകം ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ക്യാഷ് മാറ്റി വയ്ക്കുന്നുണ്ടായിരിക്കും. ഈ ക്യാഷ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി, ഈ പേടി കാരണം നമ്മൾ ആ ഒരു ക്യാഷ് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ആ ബിസിനസ്സിലോട്ട് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരുന്ന് മുന്നിലേക്ക് പോകും. പിന്നെ മാത്രമല്ല ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ലെവലിലേക്കും പോകും. കാരണം ഫെയിലിയർ ആയിക്കൂടാ, എനിക്ക് സക്സസ് തന്നെ ആവണം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വലിയൊരു ഡിപ്രഷനിലേക്ക് നമ്മൾ പോകാനും നിലവിലുള്ള കണ്ടീഷൻ വരെ വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന 5 മിസ്റ്റേക്കുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ എക്സ്റ്റെൻഡ് ആക്കി നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ വീഡിയോയിലേക്ക് പോകും. പക്ഷേ എന്നാലും സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യണേ.